നമുക്ക് എൻകൗണ്ടർ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ പല കോഡ് ബേസിസിൽ പോവും, അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും നമ്മളിപ്പോൾ ക്ലോഡാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈച്ച് ടൈം യു ആസ്ക് ക്ലോഡ് ദർ ഇസ് എ പ്രോബ്ലം ദാറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ദ റിസർച്ച് ഫ്രം ഗ്രൗണ്ട്സ് അപ്പ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കാർപ്പത്തി ഒരു സൊല്യൂഷനുമായിട്ട് വന്നായിരുന്നു. കാർപ്പത്തി എന്തോ ട്വീറ്റ് ചെയ്താലും എനിക്കും തോന്നുന്നു ലൈക്ക് ഹീസ് ലൈക്ക് AI സ്പേസിൽ ഹി ഹാസ് ബീൻ റോക്ക് സ്റ്റാർ ആണ്. അവര് ബജറ്റ് ചെയ്തിരുന്ന 4 months 6 months തീർന്നു. അതുപോലെ ഓപ്പസ് 4.7 ഒക്കെ യൂസ് ആണ് എന്ത് പെട്ടെന്ന് നമ്മൾ ലിമിറ്റ്സ് ഹിറ്റ് ചെയ്യുന്നത്. ആൻഡ് അപ്പാരൻ്റ്ലി അത് അത്രയും ബെറ്ററും അല്ലെന്നാണ് കുറേ പേര് പറയുന്നത്. എന്ന് വെച്ചാൽ ലൈക്ക് വെൻ കമ്പയർ ടു 4.6 ലൈക്ക് ടോക്കൺസ് ഒത്തിരി കൺസ്യൂം 1x better than 4.6, 7x the cost. ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഐ തിങ്ക് ഓവർ ദ പാസ്റ്റ് ഫ്യൂ വീക്സ് ആയിട്ട് ഒരു വെരി ഫേമസ് ട്വീറ്റ് ഉണ്ടായിരുന്നു ലൈക്ക് ഫ്രം കാർപ്പത്തി. സോ ഹീസ് ഐ തിങ്ക് ഹീസ് എൻ OpenAI co-founder and ex-head of Tesla from the engineering side. അപ്പം പുള്ളിയുടെ ട്വീറ്റ് നമ്മൾ ശ്രദ്ധിക്കുമ്പം ആസ് ഇൻ ലൈക്ക് ദർ വാസ് എ ട്വീറ്റ് വിച്ച് വാസ് റിലേറ്റഡ് ടു മെയിൻറ്റെയിനിങ് documents and the knowledge base. അപ്പം നമുക്ക് എൻകൗണ്ടർ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ പല കോഡ് ബേസിസിൽ പോവും, അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും നമ്മളിപ്പോൾ ക്ലോഡാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബട്ട് ഈച്ച് ടൈം യു ആസ്ക് ക്ലോഡ് ദർ ഇസ് എ പ്രോബ്ലം ദാറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ദ റിസർച്ച് ഫ്രം ഗ്രൗണ്ട്സ് അപ്പ്. അപ്പം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കാർപ്പത്തി ഒരു സൊല്യൂഷനുമായിട്ട് വന്നായിരുന്നു. അത് വൈറലായി. പല ആൾക്കാരും അത് I think during this time I think you might also have known about it. So we thought like നമ്മൾ ഓർത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അത് ഏതൊക്കെ യൂസ് കേസിൽ കൂടെ അത് ട്രാവൽ ചെയ്യാൻ പറ്റും, അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിസ്കഷനിൽ കൂടെ വരാൻ പറ്റും. സോ ടുഡേ അഗെയിൻ വെൽക്കം ടു another episode of Math++ podcast. Today we have Arun and Arvind with us. അപ്പോൾ നിങ്ങൾ ഈ ട്വീറ്റ് കണ്ടായിരുന്നോ? എന്തായിരുന്നു നിങ്ങൾ ട്വീറ്റ് ശ്രദ്ധിച്ചോ അതോ? വായിച്ചു. എന്നിട്ട് വാട്ട് വാസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ? കാർപ്പത്തി എന്തോ ട്വീറ്റ് ചെയ്താലും എനിക്കും തോന്നുന്നു ലൈക്ക് ഹീസ് ലൈക്ക് ഈ ഒരു AI സ്പേസിൽ ഹി ഹാസ് ബീൻ റോക്ക് സ്റ്റാർ ആണ്. എനിക്കൊന്ന് പുള്ളിയുടെ ഏത് ടോക്കാണെങ്കിലും വാട്ട് എവർ ഹി സേസ് നൗ ഇറ്റ്സ് ക്യാച്ചിങ് അറ്റൻഷൻ. ആൻഡ് പക്ഷേ ഈ ഒരു ട്വീറ്റിന് ലൈക്ക് ഞാൻ ആദ്യമേ കണ്ടപ്പോൾ അത്രയും വലിയ ശ്രദ്ധ ഒന്നും കൊടുത്തില്ല. എങ്ങനെയായിരുന്നു? അല്ല, ഇവനാണ് ഇച്ചിരൂടെ ട്വിറ്ററിൽ ഇച്ചിരൂടെ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. നീ ഈ ട്വീറ്റ് കണ്ടപ്പോൾ ലൈക്ക് ഡിഡ് യു ട്രൈ ഇറ്റ് ഔട്ട് ഫസ്റ്റ്? ഞാൻ ട്വീറ്റ് കണ്ടത് ഇതുപോലെ എനിക്ക് ആക്ച്വലി കൺഫ്യൂസിങ് ആയിരുന്നു. ഓക്കെ, LLM നോളജ് ബേസസ് എങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആവുന്നെന്ന് ഒരു ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് യൂസ്ഫുൾ ആവുന്നത്. പിന്നാണ് നമ്മൾ കുറച്ച് അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത്. ഓക്കെ, സാധാരണ ലൈക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ക്ലോഡ് ആദ്യമേ വന്നപ്പോൾ ക്ലോഡ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നോർമലി നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഫ്ലോസ് ഉണ്ടോ? ലൈക്ക് നിങ്ങൾ ഓക്കെ ലൈക്ക് ബിഫോർ ദിസ് കെയിം അപ്പ്, ഹൗ വാസ് യുവർ വർക്ക് ഫ്ലോ ടു ഗെറ്റ് ടു നോ സംതിങ് ഇൻ എനി ഡൊമെയിൻ ദാറ്റ് യു ആർ വർക്കിംഗ് ഓൺ? ഇപ്പോൾ നീ ഒരു കോഡ് ബേസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ കോഡ് ബേസ് എടുക്കുവാണെങ്കിൽ മിക്കവാറും VS കോഡിലായിരിക്കും ഞാൻ ട്രാവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് എനിക്കിപ്പം ക്ലൈൻറ്റ് അല്ലെ ക്ലൗഡ് കോഡിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട്. ബേസിക്കലി ഞാൻ അവർ പ്രോംപ്റ്റ് ചെയ്യും, ഗോ ടു ദ കോഡ് ബേസ് ആൻഡ് ടീച്ച് മീ വാട്ട് ഇസ് ഹാപ്പനിങ് ഓർ ടെൽ മീ വാട്ട് ഇസ് ഹാപ്പനിങ്. ആ ഒരു ഫ്ലോ ആണ് ഞാൻ യൂഷ്വലി പോകുന്നത്. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ മറ്റേ ക്ലൗഡിൻ്റെ വെബ് വേർഷൻ ഉണ്ടല്ലോ, ഡോക്യുമെൻറ്റ് അങ്ങോട്ട് കൊടുക്കും ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ എന്നുള്ള ഇതില്ല. ബേസിക്കലി എൻ്റെ ഫ്ലോ ഇതാണ്, ഒരു ഡോക്യുമെൻ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. സെയിം ലൈക്ക് വൈസ് അതുപോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ഓക്കെ, ഒരു പുതിയ കോഡ് ബേസ് നമ്മൾ വന്നു, ക്ലോഡിനോട് ചോദിക്കും ലൈക്ക് എന്താണ് ഈ കോഡ് ബേസ്, എന്താണ് ക്രിട്ടിക്കൽ പാർട്സ്, എന്തൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്. എന്നിട്ട് ഞാൻ യൂഷ്വലി ഒരു ഡോക്സ് ഡയറക്ടറിയിലോട്ട് ആ ഒരു സാധനം റിസർച്ച് മൊത്തം സേവ് ചെയ്യാറുണ്ട്. അതാകുമ്പോൾ നെക്സ്റ്റ് ടൈം നമുക്കത് യൂസ് ചെയ്യാമല്ലോ. ഈ ഫ്രം സ്ക്രാച്ച് നമ്മൾ പിന്നെയും അത് ബിൽഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ക്ലോഡ് ബൈ ഡിഫോൾട്ട് ക്ലോഡ്.md യൂസ് ചെയ്യുന്നത് തോന്നുന്നല്ലേ കോണ്ടെക്സ്റ്റ് സേവ് ചെയ്യാനായിട്ട്? അതെ, കറക്റ്റ്. അപ്പം ഞാനാണെങ്കിൽ ബേസിക്കലി എന്തായിരുന്നു ചെയ്യുന്നത് വെച്ചാൽ പ്ലാൻ മോഡോ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. സോ ഐ ആസ്ക് ഓൾ മൈ ക്വസ്റ്റ്യൻസ് ഇൻ ദാറ്റ് പ്ലാനിങ്. മോസ്റ്റ്ലി ഞാൻ റിസർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കോഡ് ബേസിസിലാണ്. ബട്ട് അതർ ദാൻ ദാറ്റ് ലൈക്ക് ഇപ്പം അരുൺ പറഞ്ഞ പോലെ ക്ലോഡിൻ്റെ വെബിലോട്ട് പോയിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു. അവിടെ എന്നിട്ട് അത് ആഡ് ടു ക്ലോഡ്സ് കോണ്ടെക്സ്റ്റ് എന്തുവാ ലൈക്ക് ആഡ് ടു ദ പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ആഡ് ചെയ്യുന്നു.
എന്നിട്ട് അവിടെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു. സോ ഇറ്റ് കീപ്സ് ഓൺ ആഡിങ് ദ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ബട്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ടോക്കൺസ് ആണ്. ഇപ്പം എല്ലാവരും പ്രൈസ് ചെയ്യുന്നത് തന്നെ എത്ര ടോക്കൺസ് കത്തി, എത്ര ടോക്കൺസ് ബേണായി, അതാണ് ഏറ്റവും ആൾക്കാരുടെ ടെൻഷൻ. സോ എനിക്ക് ഒരു വൈറലായ ട്വീറ്റ് ഉണ്ടായിരുന്നേ, ട്വീറ്റ് അല്ല, ഒരു പോസ്റ്റ്, ലൈക്ക് ഊബറിന്റെ എനിക്ക് CTO ലൈക്ക് അവര് ബജറ്റ് ചെയ്തിരുന്ന 4 months 6 months തീർന്നു. അതുപോലെ ഓപ്പസ് 4.7 ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പെട്ടെന്ന് നമ്മൾ ലിമിറ്റ്സ് ഹിറ്റ് ചെയ്യുന്നത്. ആൻഡ് അപ്പാരൻ്റ്ലി അത് അത്രയും ബെറ്ററും അല്ലെന്നാണ് കുറേ പേര് പറയുന്നത്. എന്ന് വെച്ചാൽ ലൈക്ക് വെൻ കമ്പയർഡ് ടു 4.6 ലൈക്ക് ടോക്കൺസ് ഒത്തിരി കൺസ്യൂം ചെയ്യും. 1x better than 4.6, 7x the cost. അങ്ങനെ ഒരു സാധനം. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടോക്കൺസ് ബേണിങ്. എനിക്ക് തോന്നുന്നു അതിനെ അഡ്രസ്സ് ചെയ്യാനും പിന്നെ അതർ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പരിധി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം 1 million കോണ്ടെക്സ്റ്റ് ഒക്കെ വിൻഡോ സൈസ് ഉണ്ടായിരുന്നു. ബട്ട് previously it was very minimal and very hard to. അപ്പം പിന്നെയും നമ്മൾ റിസർച്ച് ചെയ്യുമ്പം it just ആദ്യമൊക്കെ ക്ലോഡ് യൂസ് ചെയ്യുന്നപ്പം ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ വിൻഡോ ഓപ്പൺ പുതിയ സെഷൻ പിന്നെയും നമ്മൾ ആദ്യം പോലെ ചെയ്യും. സോ ഐ തിങ്ക് ഓൾ ഓഫ് ദിസ് ഫ്രസ്ട്രേഷൻ കാരണമാണ് ലൈക്ക് ആൻഡ് ദി അതർ തിങ് ലൈക്ക് ഒരു സാധനം ഐ തിങ്ക് ദി നെക്സ്റ്റ് പോയിന്റ് ഇസ് ലൈക്ക് ഒരു കോഡ് ബേസിന് ഇപ്പോൾ ഒരു കോഡ് ബേസിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ യു ഹാവ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ദാറ്റ് കംസ് ത്രൂ ദാറ്റ് കോഡ്. അപ്പം one of the most important or the thing that developers ഒരു ഫീച്ചർ ഉണ്ടാക്കാൻ നേരത്ത് എല്ലാ ഡോക്യുമെൻറ്റേഷൻ എല്ലാം വൃത്തിക്ക് എഴുതി പെർഫെക്റ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ആ ഡോക്യുമെൻ്റ് എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ പറയും. ബട്ട് ഇൻ ബിറ്റ്വീൻ മിഡ് ഓഫ് ദ പ്ലാനിങ്ങിൽ നമ്മൾ ചേഞ്ചസ് വരുത്തും. പക്ഷെ വി നെവർ go back and update the documentation. മിക്കവാറും പുതിയ ഫീച്ചർ ആഡ് ചെയ്യും, പക്ഷേ അതിൻ്റെ ഇൻഫർമേഷൻ ഒന്നും ഡോക്യുമെന്റ് കാണത്തില്ല. അപ്പം സോ ബിക്കോസ് ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ us to keep updating the thing. അപ്പം അതൊരു വലിയ പ്രോബ്ലം. അപ്പോൾ ആ ഡോക്യുമെൻ്റ് എനിക്ക് തോന്നുന്നില്ല നമ്മൾ വർക്ക് ചെയ്ത എല്ലാ ഫീച്ചേഴ്സിലും അത് അപ് ടു ഡേറ്റ് ആണെന്ന്. ആ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നു സോൾവ് ചെയ്യും. ലൈക്ക് വേർ ഇൻ വിച്ച് the document is always updated based on how you are working with it. നമ്മളൊരു കമാൻഡിൽ നമ്മുടെ ആ ഒരു മാനുവൽ എഫേർട്ട് കുറഞ്ഞു, വളരെയായിട്ടും ലൈക്ക് ഭയങ്കരമായിട്ടും കുറയും. അപ്പം സോ ഇതൊക്കെയാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ്. ഐ തിങ്ക് അത് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഈ ഡോക്സ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത്, ലൈക്ക് ഒരു AI ഏജൻറ്റ് നമ്മളെ കോഡ് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡോക്സ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബിൽഡ് കമാൻഡിൻ്റെ ഏതെങ്കിലും ഒരു ഫ്ലാഗ് നമ്മൾ മാറ്റി, ഓക്കെ, അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ ഡോക്സിൽ പക്ഷേ ഇതാണ് അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഏജൻറ്റ് ആദ്യമേ ഇത് ട്രൈ ചെയ്യും, ഡോക്സിൽ നിന്നുള്ള ഇത് ട്രൈ ചെയ്യും, അത് ഫെയിൽ ചെയ്യും. നൗ അപ്പം അതെന്തോ ചെയ്യും, അതിന് പിന്നെ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കണം. അപ്പോൾ അത്രയും ടോക്കൺസ് പിന്നെയും ബേൺ ചെയ്യും. നമ്മൾ ആദ്യമേ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഡോക്സിൽ കറക്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ അത്രയും ടോക്കൺസ് ബേൺ ചെയ്തില്ലായിരുന്നു. ഈവൻ ഫോർ ഏജന്റ് ആണ് ഇപ്പോൾ ലൈക്ക് ഒരു പുതിയ ഡെവലപ്പർ വരുവാണെങ്കിലും അപ്ഡേറ്റഡ് ഡോക്സ് അല്ലേ അവർക്ക് യൂസ്ഫുൾ ആണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് മറ്റേ നമ്മളിങ്ങനെ മറ്റേ ഗൂഗിളിൻ്റെ ചില ഡോക്സിലോട്ട് പോയി. ഇപ്പം ചിലപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് ഇതിലൊരു ഡെവലപ്പർ ചെയ്തായിരിക്കും, അതുകൊണ്ടാണ് പകുതി കാര്യങ്ങൾ അതിനകത്ത് ചിലപ്പം അപ്ഡേറ്റഡ് അല്ലായിരിക്കും, ചിലപ്പോൾ ടെക്നിക്കൽ റൈറ്റ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറന്നുപോയി കാണും. ബട്ട് നമ്മൾ പക്ഷെ അത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡോക്സിൽ ഒരു കാര്യമായിരിക്കും പറയുന്നത്, പക്ഷേ ആക്ച്വലി യൂസേജ് ഡിഫറെൻ്റ് ആയിരിക്കും, ചില ഫ്ലാഗ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഡോക്സ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഡൊമെയിനിലാണെങ്കിലും ഐ തിങ്ക് യു ഹാവ് ടു കീപ് യുവർ ഡോക്യുമെൻറ്റേഷൻ അപ്ഡേറ്റഡ് സോ ആസ് ടു ഹെൽപ്പ് ദി അതർ പീപ്പിൾ അറൗണ്ട് യു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ബേസിക്കലി കാർപ്പത്തി അഡ്രസ്സ് ചെയ്യുന്നത് കാർപ്പത്തിയുടെ പ്രോംപ്റ്റിൽ. അപ്പം അങ്ങനെ ഒരു ട്വീറ്റ് ആയിരുന്നു. സോ ഹി ഹാസ് ഡിസൈൻഡ് കൈൻഡ് ഓഫ് എ പ്രോംപ്റ്റ് വിച്ച് വിൽ, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും നമ്മൾ അവിടെ പോയി എഡിറ്റ് ചെയ്യണം, ആഡ് ചെയ്യണം, യു ഹാവ് ടു കീപ്പ് ഓൺ ആഡിങ്. സോ നൗ he has visualized or he has envisioned the LLM has multiple hands or it can do much better than us because it doesn't get tired. So അത് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് എഡിറ്റ് ചെയ്യും. So he has given a prompt in such a way that he has architected into 3 folders, right? So one is called as raw folders. raw folder എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, പിന്നെ wiki എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, and then we have the Claude MD file. Okay, ഇച്ചിരൂടെ ഡീറ്റെയിൽ ആണ്. ബട്ട് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ സോഴ്സസ് മൊത്തം ആഡ് ഇൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്ത് ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ടത്. ലൈക്ക് ഇഫ് യു ഹാവ് എ കോഡ് ബേസ്, ഇറ്റ് കെൻ ബി എ യൂട്യൂബ് സ്ക്രിപ്റ്റ്, ഇറ്റ് കുഡ് ബി എനി കോൺവെർസേഷൻ, it could be even your personal finances or Excel or whatever it is. You add the sources to that particular row and
LLM-നോട് പറയും ഇവിടെ എൻ്റെ സോഴ്സ് ഇവിടെ ഈ ഒരു ഫോൾഡറിലാണ് എൻ്റെ സോഴ്സ് ഇരിക്കുന്നത്, സോ ക്രിയേറ്റ് ദിസ് അപ്ഡേറ്റ് മൈ വിക്കി. അപ്പം വിക്കിയിലാണ് നിങ്ങളുടെ ഫയൽസ് നിങ്ങളുടെ നോളജ് ബേസ് ജനറേറ്റ് ആകുന്നത്. അപ്പം ആൻഡ് ഇറ്റ് ഈസ് ഓൾ സ്ട്രക്ചേർഡ് ഇൻ മാർക്ക് ഡൗൺ ഫയൽസ്. ഐ തിങ്ക് because I think .md files is more readable for, more structured for this Claude, and it is arranged in the chronological fashion. പക്ഷേ ഇപ്പം കുറേ ആൾക്കാർ ലൈക്ക് മാർക്ക് ഡൗണിൽ നിന്ന് മാറി HTML നമ്മൾ ജനറേറ്റ് ചെയ്യണം, ഇൻസ്റ്റെഡ് ഓഫ് മാർക്ക് ഡൗൺ HTML ജനറേറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. കാരണം HTML കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആണ്. പിന്നെയാണെങ്കിൽ പിന്നെ ഇനി ആൾക്കാർ XML ആയിരിക്കും actually XML because Claude prefers XML. Actually ഒരു ഈയിടയ്ക്ക് വൈറലായ വേറൊരു ട്വീറ്റ് ആയിരുന്നു, നമ്മൾ ഇംഗ്ലീഷ് മാറി ജെയ്സോണിൽ ആക്ച്വലി പ്രോംപ്റ്റ് ചെയ്യണം. എൻ്റെ ജെയ്സോണിലേക്ക് ഈ ലൈക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ടേഷൻ ഇത് ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനെ ആകുമ്പോൾ അത് പിന്നെയും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. അപ്പം ആരോ തിരിച്ച് ട്വീറ്റ് ഇട്ടുണ്ട്, നമ്മൾ തിരിച്ച് പ്രോഗ്രാമിങ്ങിലോട്ടാണ് ബിക്കോസ് നമ്മൾ ഇംഗ്ലീഷ് മാറി ജെയ്സോൺ. ആക്ച്വലി XML ആക്ച്വലി ഏജൻസ് ലൈക്ക് ബെറ്റർ പെർഫോം ചെയ്യും. വെരി ഗുഡ് എന്ന് വെച്ചാൽ നീ ക്ലോഡിൽ കാരണം ആറിൽ ചെയ്യുന്നത് ലൈക്ക് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ചെയ്യുന്നത് XML വെച്ചിട്ടാ. അപ്പം XML അത് കുറച്ചുകൂടെ ട്രെയിൻഡ് എന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ ക്ലോഡിൻ്റെ ഇപ്പം നമ്മൾ ക്ലോഡിൻ്റെ ഏതെങ്കിലും ഒരു ഓപ്പൺ കോഴ്സ് എടുത്താൽ പോലും they prefer XML to be structured. എന്ന് വെച്ചാൽ എനിക്കൊരു വലിയ പ്രോംപ്റ്റ് ഉണ്ടെങ്കിൽ യു ഡിവൈഡ് ദ ബ്ലോക്സ് ഇൻ സച്ച് എ വേ ദാറ്റ് XML ടാഗ്സ് വെച്ചുകൊണ്ട് ദിസ് ഇസ് മൈ ക്വയറി ഇൻപുട്ട് XML ആയിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. യെസ്, നിന്റെ പ്രോംപ്റ്റ് നമ്മളിപ്പോൾ ഒരു നോർമൽ ലാംഗ്വേജിലല്ലേ, അപ്പം അതിന് പകരം അതിനെ സ്ട്രക്ചർ ചെയ്തിട്ട് ഒരു XML ടാഗിനകത്ത് കൊടുക്കുക. XML ടാഗ് ഇൻ ദ സെൻസ് ലൈക്ക് യു ഡിഫൈൻ കോഡ്, അപ്പം എന്നിട്ട് അവിടെ ആ കോഡ് ബ്ലോക്കിനകത്ത് കോഡ് ഇടുക, പിന്നെ ക്വയറി എന്ന് പറഞ്ഞൊരു ടാഗ് ഇടുക, അതിനകത്ത് ക്വയറി ഇടുക, റെസ്പോൺസ് ഇങ്ങനെ ഫോർമാറ്റിൽ വേണം. അപ്പം ദാറ്റ് ഇസ് ദ റെസ്പോൺസ്. സോ ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് വാട്ട് ഹി മീൻസ്. ഇറ്റ് ഈസ് ഈസി ഫോർ ദ ക്ലോഡ് ടു ഡിറ്റക്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ ഏജൻസിനെ അവർ ഈ മോഡൽസിനെ ട്രെയിൻ ചെയ്യുന്നത്. കാരണം ഈ ടാക്സിൽ അവർ എന്ത് റോളാണ് ഇപ്പം ലൈക്ക് ഏജന്റ് സീസ് സംതിങ്, അപ്പോൾ ഏജന്റ് എന്ന് പറഞ്ഞ ടാഗിനകത്ത് ഏജന്റ് എന്തോ പറഞ്ഞു എഴുതുന്നത്. പിന്നെ ഹ്യൂമൻ സീസ് സംതിങ്, അപ്പോൾ ഹ്യൂമൻ്റെ പിന്നെ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ടാഗ്. ദെൻ ടൂൾ കോള് വേറൊരു ടാഗ്. മനസ്സിലായി? അപ്പം നമ്മൾ അങ്ങോട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കും, നമുക്ക് തിരിച്ചു വരുന്നത് ഒരു റെസ്പോൺസ് അല്ലേ. ആ റെസ്പോൺസിനകത്ത് ടൂൾ കോൾ എന്നൊരു ടാഗ് ആയിരിക്കും. അതാണ് ഈ ക്ലോഡ് കോഡ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഈ ടൂൾ യൂസ് ചെയ്യണം. ബേസിക്കലി നമ്മുടെ ബേസിക് API കമ്മ്യൂണിക്കേഷൻ മോഡലിലോട്ട് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നു, ടെക്സ്റ്റ് തിരിച്ചു സെയിം. അപ്പം ആ ടെക്സ്റ്റിനകത്തെ സാധനമാണ് പിന്നെ ഈ ഹാർനസ് എന്ന് വെച്ചാൽ ഈ ക്ലോഡ് കോഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏജന്റ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു അപ്പം മാർക്ക് ഡൗൺ ആക്ച്വലി ഇറ്റ്സ് മോർ easy to use by the normal people, as in like in this case I think Karpathy prefer Obsidian. Obsidian uses markdown, so maybe that could be the reason. Yeah, true കാരണം Obsidian വെച്ചോണ്ടാണ് കാർപ്പത്തി എനിക്ക് തോന്നുന്നത് അതിനെ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ബിക്കോസ് ദ നോർമൽ പീപ്പിൾ ലൈക്ക് നോൺ ടെക് ആണെങ്കിൽ പോലും ഈ ഒരു സാധനം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ it's easy for them to search, it's easy to find the relationship among. You just need to learn Obsidian, and Obsidian is open source. നമുക്കത് ഇൻസ്റ്റാൾ ഓപ്പൺ സോഴ്സ് അല്ല, ലൈക്ക് ഫ്രീ ആണ്. ഓപ്പൺ സോഴ്സ് അല്ല, ലൈക്ക് കോഡ് ഓപ്പൺ സോഴ്സ് അല്ല. ഓക്കെ ഐ തോട്ട് ഇറ്റ് വാസ് ഓപ്പൺ സോഴ്സ്. ഓക്കെ, അപ്പം കോഡ് ഓപ്പൺ സോഴ്സ് അല്ല, ബട്ട് ഇറ്റ്സ് ഫ്രീ ടിയേഴ്സ് ഉണ്ട്. പ്രൈസിങ് ഞാൻ ഇന്നലെ പ്രൈസിങ് കണ്ടായിരുന്നു. ഹോസ്റ്റഡ് വേർഷൻ ഐ തിങ്ക് സോ. അത് 3 ഡെവലപ്പേഴ്സേ ഉള്ളൂ ലൈക്ക് Obsidian. ഓക്കെ, ഗോട്ട് ഇറ്റ്. അത് ഈ ഇടയ്ക്ക് ഒരു ട്വീറ്റ് വൈറലായിരുന്നു, അവർ പുതിയൊരു എഞ്ചിനീയറിനെ ഹയർ ചെയ്യാൻ പോയത് ടീം ഗ്രോ ചെയ്യാൻ. Okay, and it became popular. Even Obsidian became popular with this. അപ്പോൾ Obsidian വെച്ചുകൊണ്ടാണ് ഇത് വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഹി ജസ്റ്റ് ഡിവൈഡഡ് ഇൻ ടു സോഴ്സ് എന്തൊക്കെയാണ്, ആ സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന കുറേ നോളജ്, ആസ് ഇൻ ലൈക്ക് അതിനെ നമ്മൾ കുറേ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വിക്കിക്കകത്ത് വെക്കുന്നു. ആ വിക്കി ഈസിലി ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡെക്സ് ഡോട്ട് ഫയലുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻസ് പോലെ, ടേബിൾ ഓഫ് കണ്ടൻസ് പോലെ ഒരു ഇൻഡെക്സ് ഡോട്ട് ഫയൽ ഉണ്ട്. ആ ഇൻഡെക്സ് ഓഫ് ഫയലിനകത്ത് 1, 2, 3 എന്ന് പറഞ്ഞുള്ള സ്ട്രക്ചർ കൊടുത്തേക്കുവാണ്. ഈച്ച് ടോപ്പിക് വിൽ ഹാവ് എ വെരി സ്മോൾ സമ്മറി ആസ് വെൽ ആസ് എ മെറ്റ ഇൻഫർമേഷൻ. അതിന് വേണ്ടിയുള്ള അത് LLM-നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള മെറ്റ ഇൻഫർമേഷൻസും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഈ ഇൻഡെക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ വെച്ചുകൊണ്ടാണ് പുള്ളി ഈ LLM വിക്കി
എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആസ് ഇൻ ലൈക്ക് ജനറേറ്റ് ചെയ്തു. ഹാൻഡ്സ് ഓഫ് അപ്രോച്ച് ആയിരുന്നു. ഐ തിങ്ക് ഹീ എൻകൗണ്ടർഡ് ഇറ്റ്. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ഹീ എന്ന് വെച്ചാൽ പുള്ളി ഇത് പലപ്പോഴും ഒരു ഇപ്പം നമ്മുടെ കേസിലാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ഇൻഫർമേഷനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോഴും നമ്മൾ പറയും ഓക്കെ മേ ബി ദിസ് ഇൻഫർമേഷൻ ഇസ് ഓൾറെഡി പാസ്ഡ് വിത്ത് ദ ക്ലോഡ്. ബട്ട് വെൻ യു സീ ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഡിപ്ലോയ്മെൻറ്റ് സ്റ്റെപ്സ് നമ്മൾ എപ്പോഴും പറഞ്ഞില്ലെങ്കിലും ഒരു ഇച്ചിരി കൂടെ കഴിയുമ്പം നമ്മൾ പിന്നെയും ആ സെയിം സെഷനിലാണെങ്കിൽ പോലും ഡു യു റിമെമ്പർ ഡിപ്ലോയിങ് ഡെവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് നോട്ട് റിമെമ്പർ. ബട്ട് ഇഫ് യു പോയിൻറ്റ് ആൻഡ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് റിമെമ്പർ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ സ്ക്രാച്ച്. അപ്പോൾ നമ്മുടെ ടോക്കൺ ബേൺസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഈ വിക്കിയിലോട്ട് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് നീഡ്സ് ടു ഫെച്ച്, കണ്ടുപിടിച്ചിട്ട് ഫെച്ച് ചെയ്യാനുള്ള ഒരു ടോക്കൺസ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. സോ അപ്പോൾ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിനകത്തപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ഐഡിയ ഓഫ് കാർപ്പത്തിയുടെ ട്വീറ്റ്. ദെൻ ദാറ്റ്സ് വാട്ട് വെൻറ്റ് വൈറൽ ബിക്കോസ് പീപ്പിൾ ഫൗണ്ടഡ് ഇറ്റ്. നമുക്കാണെങ്കിൽ പോലും നമ്മുടെ നോളജ് ബേസ് ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഒരു ക്ലൗഡ് കോഡ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റ് ആൻഡ് വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കൈൻഡ് ഓഫ് ക്രിയേറ്റ്സ് ദ കണക്ഷൻ. അപ്പോൾ ഈ സാധനം ഞങ്ങൾ ഓർത്തു ലൈക്ക് ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് വി ഡെമോ ഇറ്റ്. സോ വാട്ട് വി ഗോൺ ടു ഡു നെക്സ്റ്റ് ഇസ് ലൈക്ക് വി ഗോൺ ടു ട്രൈ ദിസ് ട്വീറ്റ് ഔട്ട്. അപ്പം അതിൻ്റെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഞങ്ങളുടെ കമൻസിൽ ഇടുന്നതായിരിക്കും. ബട്ട് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഞാൻ ആദ്യമേ ഓർക്കുന്നത്, സോ ലെറ്റ്സ് ഗോ ടു മൈ ടെർമിനൽ. ഓക്കെ, so we'll create first a folder over here. So let's create knowledge. Okay, we'll create a knowledge mat plus okay. എനിക്കൊരു ടൈപ്പ് ചെക്കറാൻ വേണ്ടിയെന്ന് തോന്നുന്നു. Okay, so let me cd into that. Okay, ഇവിടെ നമുക്ക് ഒരു ക്ലൗഡ് സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ. സോ ക്ലൗഡ് കോഡ് അപ്പോൾ ക്ലൗഡ് കോഡ് നമുക്ക് ആൾക്കാർക്കില്ലെങ്കിൽ യു ജസ്റ്റ് ഗോ ടു ക്ലൗഡ് കോഡ്. ഐ തിങ്ക് നൗ ദേ ചേഞ്ച് ദ പ്ലാനിങ് tiers, like they removed it from the pro. അല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്തോ? ഇംപ്ലിമെന്റ് ചെയ്തു. സോ ഫ്രീ പ്ലാനിനും ഇല്ല, പ്രോയിനും അവർ മാറ്റി. മാക്സ് പ്ലാനിന് മാത്രമേ. പക്ഷേ എനിക്കൊന്ന് പ്രോയിനകത്ത് അത്ര ഉണ്ടെങ്കിൽ തന്നെ അത്ര യൂസബിൾ ഒന്നും അല്ല. കാരണം മാക്സ് പ്ലാനിന്റെ 100 തന്നെ ഹിറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് ഹിറ്റ് ചെയ്യും. അപ്പം ടെക്നിക്കലി ഐഡിയലി അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $200 എല്ലാവരും പുഷ് ചെയ്യുക എന്നുള്ള പ്ലാനിലോട്ടാണ്. ബട്ട് ഇപ്പോൾ ഐ തിങ്ക് they claim that they are doing an A/B testing with 3% of the users. ക്ലെയിം മാത്രമേ ഉള്ളൂ. ലൈക്ക് വി ഡോണ്ട് നോ. ബട്ട് എനിക്ക് തോന്നുന്നു അവരങ്ങനെ പുഷ് ചെയ്യാണ് എല്ലാവരും മിക്കവാറും ഓപ്പൺ സോഴ്സിലോട്ട് മാറാൻ ചാൻസ് ഫോർ അനദർ എപ്പിസോഡ്. ബട്ട് ഇത് എനിക്ക് തോന്നുന്നു ക്ലൗഡ് കോഡ് റൈറ്റ് നൗ ഇറ്റ് ക്യാൻ ബി അവൈലബിൾ ഇൻ പ്രോ ആസ് വെൽ എസ് പ്രോ മാക്സ് പ്ലാൻസ്. ബട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നൗ ലെറ്റ്സ് ഗോ ടു ദ ഇപ്പം നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ആ ഒരു പ്രോംപ്റ്റ്. സോ ഹി ഹാസ് ഡിസ്ക്രിപ്റ്റീവ്ലി റിട്ടൺ വാട്ട് each step should be. അപ്പം ഇത് ഒരു വലിയൊരു പാരഗ്രാഫാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ടൂളിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ഫോൾഡേഴ്സ്, ഈച്ച് ഫോൾഡേഴ്സ് വാട്ട് ഡസ് ഇറ്റ് റെപ്രസെൻറ്റ്, ഹൗ യുൽ ഹാവ് ടു ആഡ് ഇറ്റ് ടു ദ ഈച്ച് ഫോൾഡേഴ്സ്, എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്, അങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഒരു പ്രോംപ്റ്റാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് ലൈക്ക് വി ആർ ജസ്റ്റ് ഗോയിങ് ടു ടേക്ക് ദിസ് copy this and paste it over here. Okay, just copy that and paste it. So അപ്പോൾ നമ്മുടെ ക്ലൗഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലൗഡ് വർക്ക് ചെയ്യണം. ആൻഡ് there's another thing. ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ഒരു സോഴ്സിനെ ആഡ് ചെയ്യാൻ നേരത്ത് ഡെഫിനറ്റ്ലി ടോക്കൺ ബേൺ ഒത്തിരി കാണും. ആദ്യത്തെ സോഴ്സിന് എപ്പോഴും അതാണ് ഇതിൻ്റെ വൺ ഓഫ് ദ ട്രേഡ് ഓഫ്സ്. ലൈക്ക് വെൻ യു ആർ ആഡിങ് എ സോഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഡെഫിനറ്റ്ലി ദെയർ വുഡ് ബി ടോക്കൺ ബേൺ. ബട്ട് അത് കഴിഞ്ഞിട്ട് സബ്സിക്വൻറ്റ് ക്വസ്റ്റ്യൻസ് ക്വയറീസ് എല്ലാം ചെയ്യുവാണെങ്കിൽ ടോക്കൺ ബേൺ കുറവായിരിക്കും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇത് ആഡ് ചെയ്തു. ഓക്കെ, സോ ഫ്യൂ ക്വസ്റ്റ്യൻസ്, ഡൊമെയിൻ, ടോപ്പിക്, സോഴ്സസ്, ഇതെനിക്ക് തോന്നുന്നു ആദ്യത്തെ സാധനങ്ങളല്ലേ. സോ അവർ മറ്റേ റോ വിക്കി എല്ലാം സെറ്റപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ വിത്ത് ദ ഡിഫോൾട്ട്സ്. അടിച്ചു അവർ എഴുതിയിട്ടുണ്ട് സ്കോപ്പ്. ഡു യു വാണ്ട് മീ ടു ഡു ജസ്റ്റ് ക്രിയേറ്റ് ദ ഡയറക്ടറി സ്ട്രക്ചർ സ്കീം ആൻഡ് സ്റ്റഫ്.
ഓക്കെ ഡിഡ് യു മീൻ പിക്ക് ഓപ്ഷൻ? ഓ ഇത് ഇത് നീ 4.7 ആണത്? അല്ല 4.6 4.7 ശരിയാ. ആക്ച്വലി സാധാരണ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ആക്ച്വലി പിക്ക് ഇറ്റ് അപ്പ്. കണ്ടോ ഇപ്പോഴാണ് ഞാൻ ഓക്കെ ഡേഞ്ചറസ്ലി അലൗ പെർമിഷൻസ്. അതൊക്കെയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെമോയ്ക്ക് വേണ്ടി ഞാനത്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ഓട്ടോ മോഡ് വന്നിട്ടുണ്ട്, അത് കണ്ടായിരുന്നു? ഓട്ടോ നീ ഷിഫ്റ്റ് ടാബ് നോക്കിയോ? ഷിഫ്റ്റ് ടാബ് accepted is plan mode, auto mode. auto mode. Yes. അപ്പോൾ എന്താ വെച്ചാൽ അത് ഹിസ്റ്ററി നോക്കും. ഹിസ്റ്ററി നോക്കിയിട്ട് നമ്മൾ നേരത്തെ പെർമിഷൻസ് എപ്പോഴും കൊടുക്കുന്ന ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യും. മറ്റേ VS Code എക്സ്റ്റൻഷൻ ലിങ്ക് തോന്നുന്നു നീ പറഞ്ഞത് ബൈ ഡിഫോൾട്ട് എനേബിൾഡ് ആണെന്ന് തോന്നുന്നു. I think it's just creating all the structures. അപ്പം ഇപ്പം നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സ്കാഫോൾഡിങ് എല്ലാം ചെയ്തു. ഇപ്പോൾ claude.md ഉണ്ട്, റോയിനകത്ത് അസറ്റ്സ് ഉണ്ട്, വിക്കി എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് നമ്മുടെ index.md ലോഗ്. ഇവിടെയാണ് നമ്മുടെ ബേസിക്കലി ഈ വിക്കിക്കകത്താണ് നമ്മുടെ ആക്ച്വൽ ഫൈനൽ നോളജ് ബേസ് എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ പോയിരിക്കും. ആൻഡ് റോ ഇസ് സംതിങ് ദാറ്റ് യു കീപ്പ് ഓൺ ആഡിങ് സോഴ്സസ്. സോ ഐ തിങ്ക് വിക്കിക്കകത്തും വൺ ഓഫ് ദം ഇസ് ഇമ്മ്യൂട്ടബിൾ, ആസ് ഇൻ ലൈക്ക് അത് എല്ലാം ചേഞ്ച് ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നു റോയിലോട്ട് അപ്ഡേറ്റ് ചെയ്യും. വിക്കി ഈസ് ദ ഫൈനൽ വൺ വിച്ച് ഇസ് ബീൻ ജനറേറ്റഡ് ബൈ ദിസ് പ്രോംപ്റ്റിൻ്റെ ബേസിസിൽ ആ റൂൾസ് ബേസ് ചെയ്ത് അത് ജനറേറ്റ് ചെയ്യും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏത് ഡൊമൈനിലാണ് നമുക്ക് ചെയ്യേണ്ടത്? ഒരു കോഡ് ബേസ് എടുക്കാവുന്നതാണോ? കോഡ് ബേസ് കോഡ് ബേസ് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ പൈ എന്ന് പറയുന്നൊരു കോഡിംഗ് ഏജന്റ് ഉണ്ട്. ഓക്കെ, സോ അത് വേണമെങ്കിൽ ട്രൈ നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ പൈ. ഗിറ്റ്ഹബ് റെപ്പോ ഉണ്ടോ? അതെ പൈ ഓപ്പൺ സോഴ്സ് കോഡിംഗ് ഏജന്റാണ്. ബേസിക്കലി അവർ പറയുന്നത് ലൈക്ക് ഞാൻ ഇതിൻ്റെ ഫൗണ്ടറിൻ്റെ ഒരു ടോക്കാണ് ഇപ്പം പുള്ളി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ലൈക്ക് ക്ലോഡ് കോഡ് ബട്ട് ഫോർ കോഡിങ്. ഓക്കെ, ലൈക്ക് ക്ലോഡ് കോഡ് ബട്ട് ഫോർ കോഡിങ്. പുള്ളി സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, ഞാൻ വലിയതായിട്ട് ചിന്തിച്ചു. ഓക്കെ, പുള്ളി പറയുന്നത് ക്ലോഡ് കോഡ് ഇപ്പം വെരി അൺയൂസബിൾ ആയിട്ടുണ്ട് ബിക്കോസ് അവർ ഇങ്ങനെ ഫീച്ചർ ഡെവലപ്പ് ചെയ്ത്. അപ്പം പൈയുടെ ഒരു ഡിസൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് വളരെ ബെയർ ബോൺസാണ്. സോ വെരി സിമ്പിൾ എന്ന് വെച്ചാൽ ഒരു അതിൻ്റെ ഡീഫോൾട്ട് മോഡ് അല്ലെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആകെ 4 ടൂൾസേ ഉള്ളൂ. റീഡ്, റൈറ്റ്, ബാഷ്, പിന്നെ വേറെ എന്തോ ഒരു ടൂളൂടെ ഉള്ളൂ. സോ 4 ടൂൾസേ ഉള്ളൂ ഫണ്ടമെൻ്റലി. ഓൾസോ അതിനകത്ത് പ്ലാൻ മോഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, സബ് ഏജൻസ് ഇല്ല, വെരി ബെയർ ബോൺസ്. ഒരു സിസ്റ്റം പ്രോംപ്റ്റ് എന്തോ 200 ലൈൻസേ ഉള്ളൂ. ക്ലോഡ് കോഡിൻ്റെ സിസ്റ്റം പ്രോംപ്റ്റ് എനിക്ക് തോന്നുന്നു തൗസൻഡ്സ് ഇല്ല, ഒരു തൗസൻഡ്സിലാന്ന് തോന്നുന്നു വരുന്നത്. അപ്പം പുള്ളിയുടെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് പുള്ളി ഉണ്ടാക്കിയ ഒരു കോഡിങ് ഏജൻ്റ്. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അത്. അതിന് ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് എക്സ്റ്റൻഷൻ ലൈബ്രറി ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആക്ച്വലി എന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എക്സ്റ്റൻഷൻ ഉണ്ടാക്കാം. It's a scaffold for Claude code. Claude code. And on top of it, based on your principles, you can extend. Yes. അങ്ങനത്തെ ഒരു മോഡൽ. Okay, that's good. അപ്പം ഇവനെ പ്രൊവൈഡ് ചെയ്യും. So source അടിച്ചാൽ പോരെ? This is the source. I think they'll have to git clone it, right? Yeah, this is the source of the code base. ഇത് ടൈപ്പ് സ്ക്രിപ്റ്റിലാണോ പൈ? നമുക്ക് എക്സ്റ്റൻഷൻ എഴുതണം എന്നുണ്ടെങ്കിലും നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിലാണ് എഴുതുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഇപ്പോൾ സബ് ഏജൻസ് അതിനകത്തില്ല. അപ്പോൾ നമുക്ക് സബ് ഏജൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈനോട് തന്നെ പറഞ്ഞാൽ മതി, ലൈക്ക് എനിക്ക് സബ് ഏജൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതിനുള്ള എക്സ്റ്റൻഷൻ ഉണ്ടാക്കാൻ. എക്സ്റ്റൻഷൻ ഉണ്ടാക്കും. I think it went and cloned it. Yeah. Fetch ചെയ്തു. Let's see if it's. നീ പൈൻ്റെ വെബ്സൈറ്റിലോട്ടൊന്ന് പോവാം. py.dev. Okay. There are many coding agents, but this is mine. This one is enterprise ready and this one is yours. Yeah. Okay. Basically fully customizable. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന്. ഇതൊന്ന് വിമ്മിൻ്റെ ഒക്കെ ഒരു കോൺസെപ്റ്റ് പോലെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തോ ലൈക്ക് ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് എനി. You can use any agent model. Okay, any model, sorry. Yeah. Okay. എന്നുവെച്ചാൽ ആന്ത്രോപ്പിക്കിൻ്റെ കീ കൊടുത്തിട്ട് ആന്ത്രോപ്പിക് മോഡൽ വിടാം. ക്ലോഡ്. Okay, they can select. Oh, okay. നമ്മുടെ കയ്യിൽ ഫുൾ കൺട്രോൾ, എന്ത് സിസ്റ്റം പ്രോംപ്റ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് സ്കിൽസ് ഒക്കെ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. Understood. Okay.
ഒബ്സിഡിയൻ്റെ സൈറ്റ് ഇടാൻ വേണം കാണിച്ചേക്കാം. സോ ഇപ്പോൾ ഇത് now I'll update the schema. So എനിക്ക് തോന്നുന്നു ഇവിടെ അപ്പം ഈ കോഡ് ബേസ് നമുക്കിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ കോഡ് റെപ്പോ ലിങ്ക് ആണ് നമ്മൾ കൊടുത്തത്. സോ ഇറ്റ് ട്രൈ ടു പുൾ ദ റെപ്പോ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദെയർ ഇൻ അവർ സിസ്റ്റം. ഇറ്റ് വെൻറ്റ് ആൻഡ് പുൾ ദ റെപ്പോ പുൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്കീമ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി, ലൈക്ക് ബേസ്ഡ് ഓൺ അവർ വിക്കി, ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് അപ്ഡേറ്റിംഗ് ഓൾ ഓഫ് ദിസ്. യെസ്, I think it's creating all the folders that is required in the wiki. Entities, concepts. Okay, so ഇത് ചെയ്യുന്നതിന് മുമ്പേ അപ്പം ഇത് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ ക്ലൗഡ് കോഡിൽ നമ്മൾ ക്ലൗഡിനോട് പറയുക എന്താണ് സോഴ്സ് ആഡ് ചെയ്യേണ്ടതെന്ന്. ബട്ട് ദിസ് ഇസ് നോട്ട് എ വിഷ്വലി അപ്പീലിംഗ് തിങ്. സോ വാട്ട് കാർപത്തി ഡിഡ് വാസ് ഹി കണക്റ്റഡ് എ സോഫ്റ്റ്വെയർ കോൾഡ് ഒബ്സിഡിയൻ. സോ ഒബ്സിഡിയനിൽ പോയി കഴിഞ്ഞാൽ, ഒബ്സിഡിയനിലെ വെബ്സൈറ്റിലോട്ട് പോവാം. Obsidian.md. Yeah, so this is Obsidian's website. So basically you can download, നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ you will get an interface like this. Okay, അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോൾഡേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ പോകേണ്ടതെന്ന് വെച്ചാൽ ക്രിയേറ്റ് വാൾട്ട് എന്ന് പറഞ്ഞൊരു യു ആർ ക്രിയേറ്റിംഗ് എ വാൾട്ട്. ദാറ്റ്സ് എ കോൺസെപ്റ്റ് ദാറ്റ് ഇസ് ഗിവൻ ബൈ ഒബ്സിഡിയൻ. സോ യു ഗോ ക്രിയേറ്റ് ദ വാൾട്ടിനൊരു പേര് കൊടുക്കാം. സോ ദിസ് ഈസ് ലൈക്ക് by wiki. Okay, now the next thing is like you'll have to browse the location. So browser click ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ് വൺ, yes, so ഈ ഫോൾഡർ മൊത്തത്തിൽ കൊടുക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻഫർമേഷൻ ഇവിടെ കാണും. സോ യു ഓപ്പൺ ദാറ്റ് ആൻഡ് ജസ്റ്റ് ക്ലിക്ക് ദിസ് ക്രിയേറ്റ്. സോ നമ്മുടെ ഫോൾഡർ, yeah, now it's coming by wiki. എനിക്ക് തോന്നുന്നു ഒരു ലെവൽ നെസ്റ്റഡ് ആണെന്ന് തോന്നുന്നു നമ്മൾ. ആണോ? ഓക്കെ, ലെറ്റ് മീ ചെക്ക്. മാനേജ് ഫോൾഡർ അല്ലെങ്കിൽ അത് ഓപ്പൺ ഫോൾഡർ ആണെന്ന് തോന്നുന്നു. മേഡിൽ കൺട്രോളോ കമാൻഡോ. ഓക്കെ, by ഇല്ല. സോ ഐ തിങ്ക് മാനേജ് ഇറ്റ് ഇസ് ചേഞ്ച് ദ ലൊക്കേഷൻ. ഓക്കെ, ഓപ്പൺ ദ ഫോൾഡർ. ഓക്കെ, അപ്പോൾ ആ ടെർമിനൽ നോക്കി എല്ലാം കംപ്ലീറ്റ് ആയോന്ന് നമ്മുടെ ഫോൾഡർ. യെസ്, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ടെർമിനൽ. ഓക്കെ, ഐ തിങ്ക് ഫസ്റ്റ് ഇൻജസ്റ്റ് ഇസ് ഡൺ സമ്മറി ഓഫ് വാട്ട്സ് ഇൻ പ്ലേസ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കൊടുത്തേക്കുന്ന റെപ്പോയിനെ കുറിച്ച് അവർ ടോട്ടലി അവരതിൽ ആ സോഴ്സിൽ കൂടെ പോയിട്ട് ഐ തിങ്ക് ദേ ഹാവ് ക്രിയേറ്റഡ് ദ എൻറ്റയർ വിക്കി സോഴ്സ്. ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ സോഴ്സസ് and all the related entities, everything has been over here. Now they have want me to ingest per package readmes. അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഓരോ പാക്കേജ് അത് ഇൻജസ്റ്റ് ചെയ്യണം. സോ യു ക്യാൻ ഗോ അറ്റ് ഡിഫറെൻറ്റ് ലെവൽ. നമ്മുടെ സോഴ്സിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ വീഡിയോ സ്ക്രിപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ്സ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൊടുത്ത് അതിൻ്റെ ആ സ്ക്രിപ്റ്റിൻ്റെയും നോളജ് ബേസ് ഉണ്ടാക്കും. സോ ഇതിപ്പം ഇപ്പം ഞാൻ ഇതിപ്പോൾ എൻ്റെ ഒരു റെപ്പോസിറ്ററിയാണ്. ഞാൻ ഇതിനകത്ത് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്തു. അപ്പം ആ നെക്സ്റ്റ് ഐറ്ററേഷൻ എങ്ങനെയാണ്? എനിക്ക് പിന്നെ ഈ വിക്കി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ജസ്റ്റ് ആഡ് ഇറ്റ് ടു ദ വിക്കി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി ചെയ്യത്തില്ല? ഓട്ടോമാറ്റിക്കലി സെറ്റപ്പ് ചെയ്യാം. അത് നിൻ്റെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ബട്ട് മുംബൈ എന്ന് പറഞ്ഞാൽ, സോ വാട്ട് കാർപത്തി ഈസ് ടെല്ലിങ് ഈസ് ലൈക്ക്, മുംബൈ എന്ന് പറഞ്ഞാൽ നീ അവിടെ പോകണം, ക്രിയേറ്റ് ചെയ്യണം, അതെല്ലാം എഡിറ്റ് ചെയ്യണം. അതൊന്നും ഇപ്പോൾ ചെയ്യണ്ട, ബിക്കോസ് LLM ഓൾറെഡി ക്യാൻ ഡു ഓൾ ഓഫ് ദോസ് തിങ്സ്. സോ യു ജസ്റ്റ് നീഡ് ടു ടെൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ ആ പ്രോംപ്റ്റിനകത്ത് ദിസ് ഈസ് മൈ പാത്ത് ഫോർ ദ വിക്കി. ഇവിടാണ് എൻ്റെ വിക്കി ഇരിക്കുന്നത്. അപ്പോൾ നീ ഇപ്പോൾ വേറൊരു കോഡ് ബേസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടാണ് എൻ്റെ വിക്കി ഇരിക്കുന്നത്, ഇവിടെ വേണം എൻ്റെ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പം എപ്പോഴേലും ഒരു സാധനം നീ ചോദിക്കുമ്പം ഫസ്റ്റ് യു വിൽ നീഡ് ടു ചെക്ക് മൈ വിക്കി. ഇഫ് ഇറ്റ്സ് നോട്ട് ദെയർ then get me the information. ഓക്കെ, അതപ്പം ക്ലോഡ് ഓട്ടോമാറ്റിക്കലി ചെയ്യുമോ അതോ നമ്മൾ എന്തെങ്കിലും സ്കില്ലോ എല്ലാം ആഡ് ചെയ്യണം? നമ്മൾ സ്കിൽ ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ലൈക്ക് ബേസിക്കലി നമ്മൾ ആ സ്കിൽ ഉണ്ടാക്കിയിട്ട് നമ്മളത് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ലൈക്ക് എൻ ഓട്ടോമേറ്റഡ് പൈപ്പ് ലൈൻ പോലെ. ബട്ട് Karpathy's thing is just the prompt. He has just given us the raw prompt to create the knowledge base. ഇതിനെല്ലാം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫങ്ഷണൽ പ്രോംപ്റ്റ് ആണ് Karpathy ചെയ്തേക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്ക് എനിക്ക് തോന്നുന്നു there are people who have released a lot of things on top of it. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഗ്രാഫിഫൈ labs.ai ആണെന്ന് തോന്നുന്നു. they have open sourced it. അപ്പം ഈ ഗ്രാഫിഫൈ ഇതിന് അത്യാവശ്യം സ്റ്റാറും ഉണ്ടെന്ന് തോന്നുന്നു. 34K stars. Yeah.
ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സംസാരിച്ച പോലെ ഇപ്പം KP ചോദിച്ച പോലെ ലൈക്ക് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് മോർ ലൈക്ക് എ ഫങ്ഷണൽ കാർപ്പത്തീൻ്റെ ആ പ്രോംപ്റ്റിനെ എടുത്ത് അവരൊരു പ്രൊഡക്റ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. ലൈക്ക് ആസ് എൻ ലൈക്ക് ഇറ്റ് incrementally updates. അതാണ് അവരുടെ വെബ്സൈറ്റ് പറയുന്നത്. ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു വറി എനിത്തിങ് ബീൻ ഫോർ ഗോട്ടൺ ആൻഡ് ഓൾ. സോ ദാറ്റ്സ് വാട്ട് ദേ ആർ ഡിസ്കസിങ് ഓവർ ഹിയർ. അപ്പം അങ്ങനെ പല രീതിയിലും നമുക്കിതിനെ സ്കെയിൽ ചെയ്യാം. ഇപ്പം നമ്മൾ റിസർച്ച് ചെയ്യുവാണെങ്കിൽ യു ക്രിയേറ്റ് എ റെപ്പോ, യു ആഡ് ഓൾ യുവർ റിസർച്ച് മെറ്റീരിയൽസ് ഇടുക. അപ്പോൾ നിങ്ങൾക്കൊരു വിക്കി ഡോക്യുമെൻറ്റേഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദെൻ നൗ ദ നെക്സ്റ്റ് ടൈം യു ആസ്ക് ക്ലോഡ് എനിത്തിങ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ സബ്ജക്റ്റ്, നിങ്ങൾ പിന്നെയും സ്ക്രാച്ച് ചെയ്യുന്ന തുടങ്ങാതെ ഈ ഡോക്യുമെൻറ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റിന് പോയി ചോദിക്കുക, ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് യു ദ തിങ്സ്. സോ ഇതുകൊണ്ടാണ് ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കരമായിട്ടും ഐ തിങ്ക് ഇറ്റ്സ് യൂസ്ഫുൾ. സോ ലൈക്ക് ഫോർ മീ പേഴ്സണലി ഇത് ലൈക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ബിക്കോസ് ഞാൻ എപ്പോഴും ഇങ്ങനെ ലൈക്ക് നോർമലി എനിക്ക് തോന്നുന്നു എല്ലാവരും നോർമലി ഈ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഈ കോഡിൽ. അപ്പം നമ്മൾ അറിയാതെ തന്നെ ടോക്കൺസ് ബേൺ ആകുന്നുണ്ട്. സോ ഇഫ് യു ക്രിയേറ്റ് ദിസ് വിക്കി, ഐ തിങ്ക് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത ഒരു API ഡോക്യുമെന്റേഷൻ ഓൾസോ ഇറ്റ് ഇസ് സിമിലർ അപ്രോച്ച്, ഓട്ടോമാറ്റിക്കലി ഫെച്ച് ഫ്രം ദ API ഡെഫിനിഷൻ. എന്ന് വെച്ചാൽ ലൈക്ക് ഒരു API പുതിയത് ക്രിയേറ്റ് ചെയ്തു. ഐ ഡോണ്ട് തിങ്ക് സോ അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ ഡോക്യുമെന്റേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് ഓൾസോ വൺ വേ വേറെ വിച്ച് യു ക്യാൻ ഡു. ലൈക്ക് ഒരു API ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സ്വാഗർ അതാ സോൾവ്. പിന്നെ നമ്മൾ ആ സ്വാഗർ യൂസ് ചെയ്യാനുള്ള അത് എഴുതണം, അതിൻ്റെ ഫോർമാറ്റിൽ എഴുതണം. ദിസ് ഇസ് ലൈക്ക് പ്ലെയിൻ ഇംഗ്ലീഷ്. You add a function, it will automatically update into your wiki that okay ഒരു പുതിയ API വന്നിട്ടുണ്ട്, all of those things. Like I think this is like this ഈ raw prompt വെച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ഈസിലി അച്ചീവബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഐ തിങ്ക് ഇറ്റ്സ് ഡൺ വിത്ത് RAG. He has majorly compared. Obsidian എനിക്ക് തോന്നുന്നില്ല കാണിച്ചത്. ഓക്കെ, സോ നമ്മൾ ഇതാണ് നമ്മുടെ നോളജ് ബേസിൽ കണക്ട് ചെയ്ത് PyWiki എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ പ്രത്യേകത ഒബ്സിഡിയൻ വിത്ത് വിഷ്വലൈസസ് ഓൾ ദ നോഡ്സ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ അതിനകത്ത് ഡിഫറെൻറ്റ് നോളജ് ഓർ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് മൊത്തം കണക്ട് ചെയ്തേക്കുന്ന നോഡാണ്. അപ്പം ഇവിടെ ഈ നോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നോഡിലോട്ട് പോയിട്ട് അതിന് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങൾ സ്നിപ്പെറ്റ്സും അതെല്ലാം നമുക്ക് പറഞ്ഞു തരും. സോ ഇറ്റ്സ് ഈസി ടു ഗോ ത്രൂ ഓർ ട്രാവേഴ്സ് ത്രൂ യുവർ ഡോക്ക്. So basically I want to understand what is PyUI and it is connected with this particular repo. ഈ റെപ്പോയ്ക്കകത്തൊരു PyTUI എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. So if you connect over there, you can understand what is PyTUI. Yeah, that particular section. So ഇങ്ങനെയാണ് നമ്മൾ പല ഡോക്യുമെൻറ്റ്സിൽ കൂടെ ട്രാവേഴ്സ് ചെയ്യണം. ദിസ് ഇസ് ലൈക്ക് വൺ എക്സാമ്പിൾ ഹൗ യു ക്യാൻ കണക്ട് ഒബ്സിഡിയൻ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വർക്ക് ഫ്ലോസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. സോ yeah, that's pretty much it. ഇതായിരുന്നു ഞങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത്. This because this went viral, we thought like we will try it out, give it a shot, how it is useful. നിങ്ങൾ പറയാം, നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. Okay, and that's it, right? So until we meet next, thank you, bye bye.